BJP ഉയർത്തിക്കൊണ്ടുവന്ന മറ്റൊരു മഹാ ആക്ഷേപം എന്ന് പറയുന്നത് സോണിയാഗാന്ധിക്ക് ഇന്ത്യൻ പൗരത്വം കിട്ടുന്നതിന് മുമ്പ് അവർ വോട്ട് ചെയ്തെന്നാണ്. അതിന് ഉപോത്ബലകമായി 1980 ഒരു ഇലക്ഷൻ രേഖയാണ് IT സെല്ലിന്റെ തലവൻ ഉയർത്തിക്കാട്ടിയത്. 1980 ഒരു രേഖ. അതനുസരിച്ച് ഡൽഹി നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറിയിലെ 145 ബൂത്തിൽ 1980 സോണിയാഗാന്ധിക്ക് വോട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. 1980 ഒന്നുകൂടെ പറയുകയാണ്, ഡൽഹി നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറിയിൽ അതും സബ്ദർജംഗിലെ മേൽവിലാസത്തിൽ വോട്ടുണ്ടായിരുന്നു എന്നാണ് ഈ IT സെല്ലിന്റെ തലവൻ പറഞ്ഞത്. വാസ്തവം എന്താ? ഈ ഡൽഹി നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി എന്ന് പറയുന്നത് തന്നെ 1991 പാർലമെന്റ് പാസാക്കിയ 69ാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ് നിലവിൽ വരുന്നത്. 1980 അതൊരു കേന്ദ്ര ഭരണ പ്രദേശമാണ്. അന്നത്തെ രേഖയാണ് കാണിക്കുന്നത്. കാണിച്ചെന്തുവാ? ഡൽഹി നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറിയിൽപ്പെട്ട 145 ബൂത്തെന്ന്. ഇത് വ്യാജനാണെന്ന് മനസ്സിലാക്കുന്നതിന് വേറെന്ത് തെളിവാ വേണ്ടത്? പറഞ്ഞല്ലോ, സബ്ദർജംഗിലെ മേൽവിലാസത്തിലാണ്. 1977 തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ തന്നെ ഇന്ദിരാഗാന്ധിയും കുടുംബം ആ വീട് ഒഴിഞ്ഞതാ. ഔദ്യോഗിക വസതിയായിരുന്നു പ്രധാനമന്ത്രിയുടെ. തോറ്റപ്പോൾ ആ വീട് ഒഴിഞ്ഞു പോയതാ 1977. അപ്പോഴാണ് 1980 വോട്ടർ പട്ടികയിൽ സബ്ദർജംഗിലെ ഈ അഡ്രസ്സിൽ നമ്പർ 1 സബ്ദർജംഗ്, ആ അഡ്രസ്സിൽ സോണിയാഗാന്ധിക്ക് വോട്ടുണ്ടെന്ന് BJP പറയുന്നത്. പക്ഷേ സബ്ദർജംഗിലേക്ക് പിന്നീട് ഇന്ദിരാഗാന്ധി തിരിച്ചു വരുന്നുണ്ട്. അത് 1980 ജനുവരി 14 നോട്ട് ചെയ്യണം, ജനുവരി 14. പക്ഷേ ഈ IT സെൽ മേധാവി കാണിച്ച രേഖയിൽ ഡേറ്റ് എന്നാണ്? 1980 ജനുവരി 1. അത് കഴിഞ്ഞ് 14 ദിവസമാണ് ഇന്ദിരാഗാന്ധിയും കുടുംബവും ഈ വീട്ടിലേക്ക് വീണ്ടും വരുന്നത്. അതുവരെ അവര് വെല്ലിംഗ്ടൺ ക്രസന്റ് റോഡിലെ 12ാം നമ്പർ വസതിയിലാണ് താമസിച്ചിരുന്നത്. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഇതൊരു വ്യാജരേഖയാണെന്നാണ് കോൺഗ്രസ് പറയുന്നത്. ചേട്ടാ, ഈ വ്യാജ വോട്ടർമാരെ സൃഷ്ടിക്കാൻ കഴിയുന്നവർക്ക് ഒരു വ്യാജരേഖ ഉണ്ടാക്കാനാണോ പ്രയാസം? ഇലക്ഷൻ കമ്മീഷന്റെ ഇരട്ട മുഖവും കണ്ടു, ഇരട്ടത്താപ്പ്. അതായത് രാഹുൽ ഗാന്ധി കൃത്യമായ തെളിവുകളോടുകൂടി വെളിപ്പെടുത്തലുകൾ നടത്തി. ബംഗളൂരു സെൻട്രൽ നിയോജക മണ്ഡലത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു ഈ വെളിപ്പെടുത്തൽ. അത് തെളിവുകൾ, ഡേറ്റകൾ സഹിതമാണ്. പക്ഷേ മിനിയാന്ന് അനുരാഗ് ഠാക്കൂർ, BJPയുടെ നേതാവ്, 54 മണ്ഡലങ്ങളിൽ ക്രമക്കേടുണ്ട്. അതായത് വയനാട്, റായ്ബറേലി, കനൌജ്, ഡയമണ്ട് ഹാർബർ, അതൊക്കെ പ്രതിപക്ഷത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാന നേതാക്കൾ. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി, റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി, ഡയമണ്ട് ഹാർബറിൽ അഭിഷേക് ബാനർജി, കനൌജിൽ അഖിലേഷ് യാദവ്, ഇവരൊക്കെ മത്സരിച്ചു ജയിച്ച സ്ഥലങ്ങളിലാണ് വലിയ തോതിലുള്ള ക്രമക്കേടുകൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞത്. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ ആദ്യത്തെ 1-2 ദിവസം കമ്മീഷൻ ഔപചാരികമായി മിണ്ടിയില്ലെങ്കിലും അവരാവശ്യപ്പെട്ടത് എന്തായിരുന്നു? സത്യപ്രസ്താവനയോടുകൂടി തെളിവുകൾ ഹാജരാക്കണം, അല്ലെങ്കിൽ പരാതി ഉണ്ടെങ്കിൽ സത്യപ്രസ്താവനയോടുകൂടി ഹാജരാക്കണമെന്നായിരുന്നു. പക്ഷേ ഇപ്പം ഈ അനുരാഗ് ഠാക്കൂർ കൊണ്ടുവന്ന ഈ കണക്കുണ്ടല്ലോ, അതിന് സത്യപ്രസ്താവനയും പരാതിയും തെളിവൊന്നും വേണ്ട ഇലക്ഷൻ കമ്മീഷന്. എന്തുകൊണ്ടാണ് ചോദിക്കാത്തത്? ബംഗളൂരു സെൻട്രലിനെ സംബന്ധിച്ച് ശകുൻ റാണി എന്ന് പറയുന്ന ഒരു വോട്ടറുടെ കാര്യത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞതിൽ പിശകുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വളരെ ബൃഹത്തായ ക്രമക്കേടുകളാണ് അവിടെ ചൂണ്ടിക്കാട്ടിയത്, വെളിപ്പെടുത്തിയത്. പക്ഷേ ശകുൻ റാണി എന്ന് പറയുന്ന ഒരു വോട്ടറെ കുറിച്ച് പറഞ്ഞത് തെറ്റാണത്രേ. അവരെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി കാട്ടിയ രേഖ ഔദ്യോഗികമല്ലത്രേ. രേഖ കാണിച്ചു, അത് ഔദ്യോഗികമല്ലത്രേ. അതിന്റെ പേരിൽ വിശദീകരണം തരണമെന്ന് പറഞ്ഞു. കോൺഗ്രസ്സുകാർ അതിനെ പരിഹസിക്കുന്ന ലവ് ലെറ്റർ എന്നാണ്. അങ്ങനെ വിശദീകരണം ചോദിച്ച ഇലക്ഷൻ കമ്മീഷൻ എന്തുകൊണ്ടാണ് ഇതുവരെ അനുരാഗ് ഠാക്കൂറിനോട് ഇത് ചോദിക്കാത്തത്? എന്തുകൊണ്ടാണ് ഈ വേറെ കൃത്യം? അനുരാഗ് ഠാക്കൂറിന് എന്തും പറയാം, വെറുതെ എന്തും പറയാം, തെളിവുകളില്ല. രാഹുൽ ഗാന്ധി തെളിവുകൾ സഹിതം, ഡേറ്റകൾ സഹിതം ഒരു കാര്യം പറഞ്ഞാൽ ഉടനെ വിശദീകരണം, ഉടനെ ഭീഷണി, അത് ചെയ്ത് കളയും, ഇത് ചെയ്ത് കളയും. അപ്പോൾ അങ്ങനെയാണോ ഈ ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തനം? ഭരണകക്ഷിക്ക് വേണ്ടിയാണോ അവര് പ്രവർത്തിക്കുന്നത്? ഇതൊക്കെ കാണുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് സംശയം തോന്നുന്നു. അതുകൊണ്ടാണ് ഈ പറയുന്നത്, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കാനുള്ളതല്ല ഇലക്ഷൻ കമ്മീഷൻ. നമ്മൾ നേരത്തെ ഈ കോളത്തിൽ പലപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് പോലെ ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ സംരക്ഷകന്മാരാണ് അവർ. മനസ്സിലായില്ലേ? അതിൻ്റെ ഒരു അടിസ്ഥാനമാണ് ഈ വോട്ടർ പട്ടിക എന്ന് പറയുന്നത്. അത് കള്ളത്തരം കാണിക്കാനുള്ളതല്ല. അതിൽ ആരെങ്കിലും പരാതി പറഞ്ഞാൽ
രാഹുൽ ഗാന്ധിയോട് വിശദീകരണം ചോദിക്കുന്നത് പോലെ നിങ്ങൾ അനുരാഗ് ഠാക്കൂറിനോടും വിശദീകരണം ചോദിക്കണം. എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? നീ അതോ അനുരാഗ് ഠാക്കൂർ കൊണ്ടുവന്ന കാര്യങ്ങൾ വിശദീകരണം ചോദിക്കത്തക്കതല്ല, വെറും പൊട്ടക്കണക്കാണ്, തട്ടിക്കൂട്ടാണെന്ന് ഇലക്ഷൻ കമ്മീഷന് മനസ്സിലായിട്ടാണോ? എങ്കിൽ അത് പറയണം. അനുരാഗ് ഠാക്കൂറിന്റെ ആക്ഷേപത്തെക്കുറിച്ച് ഇലക്ഷൻ കമ്മീഷനുള്ള നിലപാട് പറയണം. ഈ രണ്ട് തളപ്പ്, ഇരട്ടത്താപ്പ്, അതെങ്ങനെയാണ് നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കുക? ഇവിടെയാണ് ഇസിയുടെ, ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യത പിന്നെയും 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 താഴോട്ട് പോകുന്നത്. ഇനി BJP കൊണ്ടുവന്ന ചില ആരോപണങ്ങൾ നമ്മൾ ഇന്നലെ ചിലതിനെ പറ്റി പറഞ്ഞു. വയനാട്ടിലാണെങ്കിൽ വള്ളിക്കെട്ടുമല എന്ന് പറയുന്ന ഒരു വിലാസത്തിൽ ധാരാളം വോട്ടുണ്ട്. അവിടെ വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ടവരെ, സമുദായത്തിൽപ്പെട്ടവരൊക്കെ ഒരേ മേൽവിലാസത്തിൽ വോട്ട് ചേർത്തിരിക്കുന്നു എന്നായിരുന്നു അനുരാഗ് താക്കൂറിന്റെ ഒരു പരാതി. നമ്മൾ ഇന്നലെ ചൗണ്ടേരിയിലെ കാര്യം പറഞ്ഞല്ലോ. ചൗണ്ടേരിയിൽ 4000 വോട്ട് എന്ന് പറഞ്ഞതുപോലെ അന്വേഷിച്ചു വന്നപ്പോ ഈ വള്ളിക്കെട്ടുമ്മൽ എന്ന് പറയുന്നത് ഒരു വീട്ടുപേരല്ല, ഒരു സ്ഥലപ്പേരാ. ആ സ്ഥലത്ത് ധാരാളം വോട്ടർമാരുണ്ട്, വിവിധ സമുദായത്തിൽപ്പെട്ടവരുണ്ട്. ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും പട്ടികജാതിക്കാരനും പട്ടികവർഗക്കാരനും ഒക്കെ ഉണ്ട്. അത് ശരിയാ. ഒരു ഗ്രാമത്തിലെ, ഒരു പ്രദേശത്തെ വോട്ട് ഒരു വീട്ടിലെ വോട്ടാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വള്ളിക്കെട്ടുമ്മലിന്റെ കാര്യത്തിലും ഇവർ പറഞ്ഞത്. അതുപോലെ ഏറനാട്ടിലെ ഒരു മണ്ഡലത്തില് ഒരു മൈമൂനയ്ക്ക് 3 വോട്ടുണ്ടെന്ന് കണ്ടെത്തി. സംഗതി ശരിയാ, 3 മൈമൂനയ്ക്ക് വോട്ടുണ്ട്, 3 ബൂത്തുകളിൽ. പക്ഷെ അത് 3 മൈമൂന വരാ. ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളാണ് ഉന്നയിച്ചത്. പക്ഷെ അതിനെതിരെ ഇലക്ഷൻ കമ്മീഷൻ എന്തെങ്കിലും വിശദീകരണം ചോദിച്ചോ എന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ.